ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ റമദാനായിട്ട് സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒന്നുമല്ല കേട്ടോ ഉണ്ടാക്കിയിരിക്കണത്. ഇന്ന് ഞാൻ ചെരുപ്പുകൾ ഒന്നായിട്ട് നോമ്പിൻ്റെ കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്. ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ എനിക്കിത് അറിയില്ലായിരുന്നു. സഫാക്ക് ആണ് ഫസ്റ്റായിട്ട് എനിക്കത് കാണിച്ചു തന്നത്. ഷൂസും ഇതൊക്കെ ട്രൈ ചെയ്യണത് ഓന് നോർവേയിൽ ഇവിടെയൊക്കെ പോയപ്പോൾ കണ്ടതാട്ടോ. അപ്പോൾ അവന് ഒരു ദിവസം ഇതേമാതിരി അവൻ്റെ ചെരുപ്പ് ഷൂ അലക്കാടുന്നുണ്ട് കാരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ചെരുപ്പ് കുട്ടീൻ്റെ ചെരുപ്പ് ഒക്കെ അതിൽ അലക്കാട്ടിട്ടാ. നല്ല ക്ലിയർ ആയിട്ട് ചളി ഇത് പോകുന്നുണ്ട്. നമ്മൾ വരച്ച് ക്ലീനാക്കിനെക്കാട്ടി നന്നായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് ഇതിൻ്റെ ഈ ചെരുപ്പിൻ്റെ ഇതിൻ്റെ ചെറിയ ചെറിയ അരിപ്പ പോലത്തെ നെറ്റാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പൊടി പാറിക്കൊണ്ടിങ്ങനെ നമ്മൾ കോറക്സും ഇതൊക്കെ ഇട്ട് ഞാൻ ബ്രഷൊക്കെ ഇട്ട് വരച്ച് ക്ലീൻ ചെയ്യലാണ്. എന്നാലും എനിക്കിപ്പോൾ തോന്നുന്നു ഇത് കൈകി വന്ന് നോക്കിയപ്പോൾ ഇത്രത്തോളം ഞാൻ ക്ലീൻ ചെയ്താൽ ആവലില്ല. അപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. പിന്നെ ഏസൻ്റെ ഒരു ഷൂ പഴയത് ഒഴിവാക്കാളാണ്, പിന്നെ ആ ചെരുപ്പും ഒഴിവാക്കാളാണ്. അപ്പോൾ അത് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആർക്കെങ്കിലും കൊടുക്കാമെന്നുള്ള നിലക്കാണ് ആ ചെരുപ്പും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് ക്ലീൻ ചെയ്യാട്ടത്. അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മെഷീനിലിട്ടുകാണ് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരാളെ പരിപാടി എന്താ വെച്ചാൽ മൈലാഞ്ചി ഇടുകയാണ്. അപ്പോൾ ഓക്കിത് തോന്നിയിട്ടുള്ളത് ഓളെ സ്കൂളിൽ ചേർത്തിയപ്പോൾ പിന്നെ ജെയിംസ് സ്കൂളിൽ ചേർത്തിയിട്ടുണ്ട്. ഓളെ ജൂണിലല്ലേ ഇപ്പോൾ സ്കൂൾ തുറങ്ങുള്ളൂ. അപ്പോൾ ചേർത്തിയപ്പോൾ തന്നെ കുട്ടികൾക്ക് ഒരു സ്ലേറ്റും അതേക്കിലേക്ക് പെൻസില് മൈക്രോ ഒക്കെ കൊടുത്തതായിരുന്നു. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ 37 ഒറ്റയ്ക്ക് ഇരിക്കല്ലേ. അപ്പോൾ ഇതൊന്നാകെ മൈലാഞ്ചിയാണെന്നും പറഞ്ഞു കണ്ട് വിരലുമേലിട്ട് വിടുകട്ടാ. പിന്നെ ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ എടുത്തപ്പോൾ ഞാനൊരു വീഡിയോ ഇങ്ങനെ എടുത്തു എന്നുള്ളൂ. ഇവിടെ നമ്മളിങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കലില്ല. അവൾ മൈലാഞ്ചിയാണെന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുകയാണ്. മൈലാഞ്ചിയാണിത്, നല്ല കളറ് കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ 2 കാലുമലും ഒരു കാല് കംപ്ലീറ്റ് ആക്കി റെഡിയാക്കി കഴിഞ്ഞു. ഞാൻ വന്നപ്പോഴേക്കും മുഖത്തുമ്മിൽ കൈമേൽ കുറേശ്ശൊക്കെ ഇട്ടുകാണ്ട് അതിങ്ങനെ തുടച്ചെടുത്ത് നോക്കിയപ്പോൾ അത് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ കാലുമൽ ഉണങ്ങിയാൽ പോകില്ല എന്ന് പറഞ്ഞ് ഇത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാകും കുട്ടികൾക്ക് ഇങ്ങനത്തെ ഓരോരോ പരിപാടികൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചീത്ത പറയുന്നുണ്ട് അവളെ. അപ്പോൾ ചീത്ത പറയുന്ന സമയത്ത് നെന്മ ഇതൊക്കെ തൊട്ട് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഉണങ്ങിയിരിക്കുന്നത് മൈലാഞ്ചിയാണ്, ഇതൊന്നും ആവില്ല നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ രണ്ടാമത് മെഷീൻ തിരിച്ചെടുക്കാൻ വേണ്ടി പോയി. അപ്പോഴേക്കും പിന്നെയും കൈമലും ഒക്കെ ഇട്ട് എരപ്പാക്കിയിട്ടുണ്ട്. അവസാനം ഞാൻ പിന്നെ ഇതൊക്കെ നല്ലോണം പല്ലേക്കണ ബ്രഷ് ഉണ്ടാവില്ല നമ്മൾ ഒഴിവാക്കിയ അതൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത് കൊടുത്തേക്കട്ടോ. ഒരു ആദ്യം വൃത്തികേടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഒന്നും അത് പോയില്ല കേട്ടോ. കുറച്ച് പിന്നെ 2 ദിവസമൊക്കെ എടുത്ത് പിന്നെ അത് നന്നായിട്ട് മുഖത്തിൻ്റെ കളറ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഓരോരോ പരിപാടികളാണ്. ബെഡിലൊക്കെ വരച്ചാലൊക്കെ ഞാൻ ചീത്ത പറയപ്പോൾ അതിനിങ്ങനെ പറയാണ് ഞാൻ വരച്ചു തന്നെ മൂടികാണ്ട് എന്നെ പറ്റിക്കുകയാണ് ഞാൻ അവിടെയൊക്കെ വരച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ ഓൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോരോ പരിപാടികളാണ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്നെ സ്കൂൾക്ക് കയറ്റൂല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും കൊടുത്ത കളറും പെൻസിലും എല്ലാം കേടെത്തിയിട്ടുണ്ട്. കുട്ടികൾ ജസ്റ്റ് ഒന്ന് കളിച്ചോട്ടെ എന്നുള്ള എനിക്ക് സ്കൂളിൽ നിന്ന് കൊടുത്ത് വിട്ടതാണ്. അപ്പോൾ അതൊക്കെ എന്നെ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത പിന്നെ ചെരുപ്പ് ഞാൻ ഇതേമാതിരി 2 പ്രാവശ്യം അത് അലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ്. ഷൂ ആയാലും ഒക്കെ നന്നായിട്ട് വൃത്തിയായി കഴുകി വരുന്നുണ്ട്. പിന്നെ എൻ്റെ മോൻ 2 ഷൂ ഒക്കെ ഇട്ടുകാണ്ട് ഒറ്റക്കും തിരുമ്പലുണ്ട്. അപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ കൂടി നമ്മളത് എല്ലാവരും കൂടി ഇട്ടു എന്നുള്ളൂ. ഒരുപാട് കറക്കിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് മെഷീനിലിട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ സാധാ മെഷീനിലിട്ടാൽ സൂപ്പറാണ്, നന്നായിട്ട് വൃത്തിയാവുന്നുണ്ട്. അപ്പം ഇനി ഞാൻ വിചാരിച്ചത് ലെതർ ചെരുപ്പ് ഇടരുത് കേട്ടോ. ലെതർ ചെരുപ്പ് ആരെങ്കിലും ഇട്ടുകാണ്ട് കേടന്ന് പോയാൽ അത് പിന്നെ നിഷ കിച്ചണിൽ അത് കണ്ടിട്ടതാന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് അതാരും അനുകരിക്കരുത്. പിന്നെ അത് ആർക്കായാലും അറിയാലോ, പെട്ടെന്ന് കേടന്ന് പോണ ഒരു സംഗതിയാണല്ലോ. അപ്പോൾ നമ്മളെ പ്ലേ ബട്ടന് നമ്മൾ ചുമരുമ്പോൾ തൂക്കിയിട്ടുണ്ട്. 1 വർഷം ത്തിൻ്റെ മേലെ, അതായത് 2 വർഷത്തിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ അളമാറിനുള്ളിൽ വെച്ചിട്ടുണ്ട് എന്ന സാധനമാണ്. ഇപ്പോൾ ഏതായാലും നമ്മളെ ചോരുമ തൂക്കിയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും കൂടി സബ്സ്ക്രൈബ് ഇതൊക്കെ ചെയ്തതുകൊണ്ട് കിട്ടിയതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടി കാണിച്ചു തന്നു എന്ന് മാത്രം. അത്ര നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ ഞാൻ ഈ മെഷീനിൽ അലക്കാട്ട് അതിൻ്റെ ശേഷം കുറച്ച് ചീനാമുളക് പിന്നെ അതേമാതിരി പച്ചമുളകും വെണ്ടയ്ക്കും പയറും ഒക്കെ കഴുകിക്കാണ്ട് ഇവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പേപ്പറിൽ ഇട്ട് ഉണങ്ങിയതിൻ്റെ ശേഷമാണ് ഞാൻ ഫ്രിഡ്ജിൽ എല്ലാം സൂക്ഷിച്ച് വെക്കൽ. അങ്ങനെ ആയിട്ടുണ്ടെച്ച് നമുക്ക് എപ്പോഴും പറയുന്നതാണ്, അത് ആദ്യമായിട്ട് വീഡിയോ കാണുമല്ലോ കേട്ടോട്ടെ വിചാരിച്ച് പറയണം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്ത് വെക്കൽ. അതൊക്കെ ഞാൻ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഉണങ്ങിയ തുണി, അതായത് ഒരു കോട്ടൻ്റെ തുണിയിലോ എന്തിനെങ്കിലും ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷായി കണ്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കരിവേപ്പിൻ്റെ വരെ ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യൽ. പിന്നെ നമ്മൾ കഴുകിയിട്ട് എന്തെങ്കിലും ന്യൂസ് പേപ്പറിലോ തുണിയിലോ എന്തിലെങ്കിലും ഇട്ടിട്ട് നിരത്തി വെച്ച് കാണും ഉണങ്ങിയതിൻ്റെ ശേഷം അത് പിന്നെ എടുത്ത് വെക്കും. അപ്പോൾ നന്നായിട്ട് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. മെഷീനിൽ ഉണക്കണ മെഷീനിൽ നമ്മൾ ചെരുപ്പും ഇതൊക്കെ ഇങ്ങനെ കുത്തനെ വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ കട വെച്ചിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കൂടുതൽ പിന്നെ ഇങ്ങനെ ഷൂകൾ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ വലിയൊരു കുഴപ്പം വരില്ല. അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട ഭയങ്കരമായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ ഒരേ ലെവലിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ നടുക്ക് ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തു. സോക്സും ഷൂവിൻ്റെ കയറും ഇതൊക്കെ ഇട്ട് കൊടുത്ത് ഏതായാലും നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് അറിയിച്ചാന്നുള്ള ആൾക്കാണ് ഇത് കാണിച്ചത്. ഇത് ഒരുവിധം ആൾക്കാർ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണു. എനിക്കതിനെ ഇവിടെ അടുത്തായിട്ടുള്ളൊരു അനുഭവമാണ് കേട്ടോ മോന് ചെയ്യണത് കണ്ടിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്താൽ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ഇതിൽ തോന്നുന്നതെന്നുള്ള കമൻറ്റ് ചെയ്താൽ, പിന്നെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ പിന്നെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഇതിന് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് ഒന്ന് കമൻറ്റിലൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ചെരുപ്പിൻ്റെ സ്റ്റാൻഡ് ഇപ്പോൾ ഈ ഗ്രില്ല് വെച്ച് കൊടുത്ത് നല്ല വെയിലാണ്. അപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ സ്റ്റാൻഡിന്മേൽ ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ പുറത്തേക്ക് കൊടുക്കാനുള്ള ചെരുപ്പാണ് ഈ പിന്നെ ഇവിടെ വെച്ചിട്ടുള്ളത്. അത് ഉണങ്ങിയിട്ട് ആർക്കെങ്കിലും കൊടുക്കാന്നുള്ളവർക്ക്. ഇപ്പോൾ ഇത് ഇന്നോള് ബാലവാടിക്ക് യൂസ് ചെയ്യണതാണ്. അപ്പോൾ അതാണ്ട് വെക്കുക. ഈ ഷൂവും പിന്നെ വേണ്ടാത്ത ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെ ക്ലിയർ ആയിട്ടുണ്ട് അറിയോ, പറയാനും പറ്റില്ല, അത്രക്കും ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ സ്റ്റാൻഡിന്മേലവിടെ വെച്ചാൽ അവിടെ തന്നെ ഇരുന്ന് ഉണങ്ങിക്കൊണ്ട് നല്ല വെയിലാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് അടിക്കണം. അപ്പോൾ ഓരോ സീസണിലാണ് നമുക്ക് വെയിലിൻ്റെ മാറ്റങ്ങൾ വരിക. അപ്പോൾ ഇത് ഞാൻ ഇവിടെ തന്നെ വെക്കട്ടെ. ആ ഉണങ്ങിൻ്റെ ശേഷം കൊടുക്കുക. ഷൂ പിന്നെ ഞാൻ പുറത്ത് വെച്ച് ഉണക്കിയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് പുറത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. 2 ഷൂസും കൊണ്ടുവച്ചിരിക്കണം കേട്ടോ.